ബംഗാളിലെ മുർഷിദാബാദിൽ നിന്ന് ആരംഭിച്ച ആ കലാപം അടിച്ചമർത്താൻ അധികൃതർക്ക് കഴിഞ്ഞു. പക്ഷേ ബംഗാൾ പുകയുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, SDPIക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ഒക്കെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണ്. മമത ഒരു നടപടിയും സ്വീകരിച്ചില്ല, യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയില്ല ഈ കലാപം നേരിടാൻ, ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ അവഗണിച്ചു എന്ന ആക്ഷേപവും വളരെ ശക്തമാണ്. നിരന്തരം ഈ ബംഗാൾ ഇങ്ങനെ കലാപ കലുഷിതമാകുമ്പോൾ ഒരു 356-ാം വകുപ്പ് കേന്ദ്ര സർക്കാർ പ്രയോഗിക്കാൻ മടിക്കുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? മടിക്കും. BJP ബേസിക്കലി 356 പ്രയോഗിക്കുന്നതിനെതിരാണ്. ആ കാര്യത്തിൽ അവർക്ക് പണ്ടേ തന്നെ ഇടയ്ക്ക് ജനതാ ഗവൺമെൻറ് വന്ന സമയത്ത് അന്ന് ജനസംഘത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അവരത് ചെയ്തിരുന്നു. പക്ഷേ വാജ്പേയി ഒന്നും വലിയ രീതിയിലൊന്നും അത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ബേസിക്കലി അവരതിന് ഇവരെല്ലാം ഭരണഘടന പറയുമെങ്കിൽ പോലും അവർ ആ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഉപയോഗിക്കുന്നത് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം ഭരണഘടനാ ചട്ടങ്ങളുടെ ലംഘനമാണ്. അവർ ഇത്രയും കാലം അതിനെതിരെ ക്യാമ്പയിൻ ചെയ്തതല്ല. ക്യാമ്പയിൻ ചെയ്ത പല കാര്യങ്ങളും BJP ഭരണത്തിൽ നേരെ എതിരായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടോ അവർക്ക് ഇടപെടാൻ പല സംസ്ഥാനങ്ങളിലും ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു. അവരിതുവരെ എങ്ങനെയാണ് ഇപ്പോൾ മോഡി വന്നപ്പോൾ ഒരു കേസും ഇടപെട്ടിട്ടില്ല. അല്ല, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു നടപടിയാണ് നടപടി. അത് ഈ നിലപാട് പണ്ടേ അവർക്കുള്ളതാണ്. അപ്പോൾ അതിൽ അവരിപ്പോൾ കൺസിസ്റ്റൻ്റ് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബംഗാൾ അങ്ങനെ ഇടപെടാൻ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയുധം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭരണാധികാരികൾക്ക് മെഗലമാനിയെ പിടിച്ചു കഴിഞ്ഞാൽ ഞാനാണ് എല്ലാം എന്ന് തോന്നുന്നൊരു അവസ്ഥയിൽ ആളുകൾ ചെയ്യും. പക്ഷേ ആ സമയത്ത് ആ തലത്തിലേക്ക് മോഡി അമിത്ഷാ എത്തിയതായിട്ട് എനിക്കിപ്പം തോന്നുന്നില്ല. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ബംഗാളിലെ ഈ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം മുർഷിദാബാദ്, മാൾഡ പോലെയുള്ള ജില്ലകൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ്. ഇവിടെ ഒരു തരത്തിലും ഒരു സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ചും അവിടെ ഫെൻസിങ്, ഇപ്പം 450 കിലോമീറ്റർ ദൂരത്തിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ 10 തവണ ആണ് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്തെഴുതിയത്. പക്ഷേ ഒരു മറുപടിയും മമത കൊടുത്തിട്ടില്ല. ഇത് രാജ്യസുരക്ഷയെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അല്ല, ഈ വിഷയങ്ങളൊക്കെ ബംഗാൾ കുറേ കാലമായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ബംഗാൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു വിഷയമല്ല ഇത്. അല്ല, വളരെ കാലമായിട്ട് ബംഗാൾ ഈ ഒരു വിഷയം ഒരുപക്ഷെ മമത ഭരിക്കുന്നതിന് മുമ്പും മമത വരുന്നതിന് കോൺഗ്രസ് സിദ്ധാർത്ഥ ശങ്കറയുടെ കാലം തൊട്ടേ ഈ വിഷയങ്ങളുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളുടെ കാലഘട്ടത്തിലുണ്ട്. കാരണം വെച്ചാൽ ഇത് പാകിസ്ഥാൻ പോലെ നമുക്ക് ഇമ്മീഡിയറ്റ് ത്രെട്ടായിരുന്നില്ലല്ലോ ബംഗ്ലാദേശ്. ഇപ്പം അടുത്ത കാലത്താണ് ഇവർക്ക് നമുക്കെതിരെ ഇമ്മീഡിയറ്റ് ത്രെട്ടായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഒരു നേപ്പാളിനെ കാണുന്ന പോലെയാണ് അവരെ പൊതുവെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇത്തരം എലിമെൻറ്റ്സ് ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക. മാത്രമല്ല അങ്ങനെയുള്ള വലിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബോർഡർ ക്രോസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ഇൻഫിൽട്രേഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ ബോംബെയിൽ ഉണ്ടായതുപോലെയോ അല്ലെ കാശ്മീരിൽ ഉണ്ടാകുന്ന പോലെയുള്ള വലിയ സ്ഫോടനങ്ങളോ തീവ്രവാദ പ്രവർത്തനങ്ങളോ ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ അലേർട്ടാവുന്നത്. പക്ഷെ അവിടെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരവൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആരും, വാജ്പേയി ഉൾപ്പെടെ ആരും അത് പരിധി കൂടുതൽ വിഷയമാക്കാതിരുന്നത്. പിന്നെ ഒടുക്കത്തെ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം ഉണ്ടാവാനോ കാരണമുണ്ട്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള പ്രദേശമാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാകുന്ന കാര്യം വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഭൂമിയാണ്. ഇന്ത്യയുടെ അങ്ങേയറ്റമാണ്. ഈ ഇന്ത്യയിൽ കടന്നു കയറിയുള്ള ഇപ്പം പണ്ട് അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഹിന്ദുകുഷ് പർവ്വതങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് മഗധ എന്ന് വെച്ചാൽ ബീഹാർ ഏതാണ്ട് ആസാം വരെ പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം പരന്ന പ്രദേശമല്ലേ, കടൽ പോലെ കിടക്കുന്നത്, കുതിര ഓടിച്ചു പോകാം. കേരളത്തിലേക്ക് എന്തുകൊണ്ട് വന്നില്ല വെച്ചാൽ വിന്ധ്യ ശതപുത പർവ്വതങ്ങൾ, അതായത് സഹ്യ പർവ്വതം, കടൽ വഴി വരുന്നവർക്ക് കേരളത്തേക്ക് കീഴടക്കാൻ പറ്റുള്ളൂ. മറ്റേത് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് തിരുവിതാംകൂറാണ് ഒരു മുസ്ലിം ടച്ചും ഇല്ലാത്ത ഒരേ ഒരു ഹിന്ദു രാജ്യം. ഇന്ത്യയിൽ ഒരു മുസ്ലിം ടച്ചും ഇല്ലാത്ത ഒരേ ഒരു ഹിന്ദു രാജ്യം ഉണ്ടായിരുന്നു. പക്ഷേ മുസ്ലിങ്ങൾ കച്ചവടത്തിന് വരുന്ന അങ്ങനെയല്ലല്ലോ. കച്ചവടത്തിന് വരുന്ന സഭ അതാ അതിഥികളല്ലേ. അതല്ലാതെ മുസ്ലിം ഭരണം തൊടാത്ത ഒരേ രാജ്യം തിരുവിതാംകൂറാണ്. ടിപ്പുവാണ് വന്നത്. ടിപ്പുവിനെ ഓടിച്ചു വിട്ടു. മലബാർ കോസ്റ്റേനും ടിപ്പു അടിച്ചിരുന്നു. ഈ കേരളമാണ് ബേസിക്കലി മുസ്ലിം ഭരണം ഇല്ലാതിരുന്ന ഒരേ ഒരു പ്രദേശം. അറക്കൽ അലി രാജാവ് എന്ന് വെച്ചാൽ അറിയാലോ. ചിറക്കല രാജാവിൻ്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് അവളെ രക്ഷപ്പെടുത്തിയപ്പോൾ അവൾ മുസ്ലിം തൊട്ടതുകൊണ്ട് പുറത്തായി. രാജാവിന് പ്രിയപ്പെട്ട മോളെ ആയതുകൊണ്ട് ആ കടൽ തീരത്ത് കുറച്ച് ഭൂമിയും കൊടുത്ത് അവിടെ രാജാവാക്കി. അത് ഒരു ബേസിക്കലി ഹിന്ദു രാജവംശം തന്നെയാണ്. അത് തിരുവിതാംകൂറിൽ വരുമ്പോൾ പിന്നെ അവിടെ സംഭവിച്ചത് ടിപ്പു സുൽത്താൻ കുറച്ചെല്ലാം പിടിച്ചിരുന്നു മലബാറിൽ കുറച്ച് ടൈം. പക്ഷെ തിരുവിതാംകൂറിൽ അത് സംഭവിച്ചിട്ടില്ല. തിരുവിതാംകൂർ അന്ന് തൊട്ട് ഇന്ന് വരെ കൊച്ചി ഒരു പരിധി വരെ. കൊച്ചി നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കൊച്ചിയിൽ പിന്നെ ടിപ്പുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൊച്ചി തൃശ്ശൂർ ഭാഗത്ത് സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ തിരുവിതാംകൂർ ഇവിടെ ഹിന്ദു രാജ്യം നിങ്ങൾക്ക് ഇന്ത്യയിൽ പറയാൻ പറ്റുമെങ്കിൽ
അത് തിരുവിതാംകൂറാണ്. തിരുവിതാംകൂറാണ്. അതിൻ്റെ ഒരു ഗുണവും തിരുവിതാംകൂറിനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ബംഗാളിലേക്ക് വന്നാൽ മമതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ല, അപ്പം അങ്ങോട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു ഫ്ലെക്സാണ് അവിടെ. അതിനെല്ലാം ഒരു ദാരിദ്ര്യം കഷ്ടപ്പാട് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കിയതും അങ്ങനെ ഒന്നും അല്ലത്. ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഇത്രയും ഫലഭൂഷമായ ഭൂമി, ഇന്ത്യയുടെ അങ്ങേ അപ്പം കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ള ആളുകൾ, എന്ന് വെച്ചാൽ മംഗളോയുടെ വംശജരായിട്ടുള്ള ആളുകളാണ് അപ്പുറത്തുള്ളത്. നിബിഡമായ വനങ്ങൾ, ഇതെല്ലാം കൂടി കൊണ്ടുണ്ടാക്കി. അതുപോലെ തന്നെ ഹോസ്റ്റൈലായിട്ടുള്ള, അതിൻ്റെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിൽ നിന്ന് വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു ടെറിട്ടറിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ഇന്ത്യയുടെ ഗേറ്റ് വേ ആണ്, വലിയ ഏറ്റവും പ്രാചീനമായ പോർട്ട്, ഇതൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇന്ത്യ കമ്പനി ആദ്യം വന്നത് ബംഗാളിലാണ്. അപ്പം ഇങ്ങനെയുള്ള അവർ കോട്ട കെട്ടിയത് മുമ്പ് വന്ന് പോയിട്ടുണ്ട്. കോട്ട എസ്റ്റാബ്ലിഷ് ചെയ്തത് ബംഗാളിലാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ആരും ബംഗാളിൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ നമുക്ക് വലിയൊരു തലവേദന അല്ല ബംഗാൾ നമുക്ക് വലിയൊരു തലവേദന അല്ല, സോഫ തലവേദന അല്ല, ഭാവി തലവേദന ആയിക്കൂടാന്നില്ല ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ മാറ്റങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊന്ന് BJP അവിടെ എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി ഒന്നുമല്ല. കാരണം മമത BJP ഒരു ബി ടീം, NDAയുടെ ബി ടീമായി ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം വെച്ചാൽ വലിയ കാരണം കൊണ്ട് പവൻ കല്യാണോ മറ്റോ പിണങ്ങാണെങ്കിൽ, അല്ലെങ്കിൽ നിതീഷ് പിണങ്ങാണ്, നിതീഷിനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഈ കേന്ദ്ര ഭരണത്തിന് സ്ഥിരത നൽകുന്ന ഒരു ഘടകം ആവശ്യമുണ്ട്. അതുകൊണ്ട് മമതയെ അധികം പിണക്കണ്ട എന്നുള്ള ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഗവർണർ ഇപ്പം വളരെ ബൈ ആണ് മമതയായിട്ട്, ദീദി ആൻഡ് ബൈ ആണ്. പിന്നെ വേറൊരു കാര്യം, BJPയുടെ ലൈൻ വേണമെന്നോ, ഇതെല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരാവും. അപ്പോൾ അവിടെ ഇതൊക്കെ ബലാത്സംഗ കേസൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ, അതൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. BJP വളർന്ന് മൊത്തത്തിൽ ചെറിയ കേസുകൾ ഉണ്ടാക്കിയ വലിയ കാലം കൊണ്ട് ഉണ്ടാക്കിയ വലിയ ഇമ്പാക്റ്റുകളെ പുറത്താണ് BJP എല്ലാ സ്ഥലത്തും വളർന്നിട്ടുള്ളത്. അല്ല BJP ഒരു ദിവസം കൊണ്ട് എവിടെയെങ്കിലും ഭരണം പിടിച്ചൊന്നുമല്ല. BJP ഏറ്റവും വെറുക്കപ്പെട്ടവരായി തുടങ്ങി. BJP അല്ല RSS. ഗാന്ധിവധ അവരുടെ തലയിൽ വെച്ച് കൊടുത്തിരുന്നല്ലോ. ഗാന്ധിവധ RSS ബന്ധമില്ലെങ്കിൽ പോലും നമ്മുടെ സോഷ്യൽ ഡിസ്കോഴ്സ് ഗാന്ധിനെ കൊന്ന ആരാന്ന് ചോദിച്ചാൽ അടുത്ത കാലം വരെ RSS എന്നായി. ഇപ്പോഴും പല ഞാൻ പങ്കെടുക്കുന്ന ചില RSSലൊക്കെ ചിലർ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ ഞെട്ടിപ്പോകും. BJP ഒന്നും പോലും ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്താൽ പിന്നെ അതിനല്ലേ സമയം കിട്ടുള്ളൂ. അപ്പം ഈ പ്രതികൂലമായ സാഹചര്യങ്ങൾ അങ്ങനെ നിന്നുകൊണ്ട്, എന്നാൽ അനുകൂലമായ ഓരോ ഘടകം വരുമ്പോൾ അത് സമയമെടുത്തുകൊണ്ട് മൂത്ത് പയിക്കാൻ അനുവദിച്ചുകൊണ്ടാണ് BJP ഇത്രയും കാലം ഓരോ കേസും എടുത്തു നോക്കും ഇന്ത്യ പിടിച്ചിട്ടുള്ളത്. അപ്പം ഈ നിലപാട് തന്നെയാണ് അവിടെ എടുക്കാൻ സാധ്യത. അതല്ലാതെ ഇപ്പം പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് സംസ്ഥാന ഗവൺമെൻറ് പിരിച്ചുവിട്ടാൽ അവർ സഹതാപ തരംഗം വരും. അത് മമതയ്ക്ക് പിന്നെയും ലൈഫ് നീട്ടിക്കൊടുക്കും. അപ്പോൾ BJPയുടെ സ്ട്രാറ്റജി അതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അങ്ങനെ തൊട്ട് ഇപ്പം വലിയ ഇൻഫിൽട്രേഷനൊക്കെ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടും. അത് അങ്ങനെ ഇടപെടേണ്ട ഘട്ടം വന്നാൽ മമതയ്ക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. ജനങ്ങൾ മമതയ്ക്കെതിരാവും. അപ്പോൾ അവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി, വലിയ രീതിയിലുള്ള എന്തെങ്കിലും ആംസ് പിടിച്ചു. അവിടെ മുമ്പ് പിടിച്ചിട്ടുണ്ട്, പുരുലിയ ഓർമ്മയല്ലേ? അത് ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഈ ഇന്ത്യയിൽ വിചാരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലമല്ല ഈ ബംഗാൾ. അവിടെ ഒരു പ്രത്യേക ടൈപ്പ് ആളുകളും പ്രത്യേകമായിട്ടുള്ളൊരു സോഷ്യോളജിക്കുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ജനങ്ങൾ തന്നെ മമതയ്ക്കെതിരാന്നുള്ള അവർ തന്നെ ആക്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. പിന്നെ മമതയ്ക്ക് മക്കളൊന്നും ഇല്ലല്ലോ. മരുവനറ്റാനാണ് ഇപ്പം പിന്തലമ്പ്. മക്കളില്ലാത്ത ആളുകളെല്ലാം രാഷ്ട്രീയത്തിൽ അവരുടെ കാലഘട്ടം. ബിജു പണ്ണേക്ക് കണ്ടല്ലോ, നവീൻ പണ്ണേക്ക് കണ്ടല്ലോ. BJPക്ക് പാത വിരിച്ചു കൊടുക്കാനാണ് അവരുടെ ജോലി. BJPയുടെ പിന്നെ സാബായി ഹോനെ പറയല്ലോ, എനിക്ക് ശേഷം വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാ കഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അത് സാബായി യോഹൻ്റെ ജോലിയാണ് ഇവരൊക്കെ BJPക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് BJPയോടെ ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് പിരിച്ചുവിടുന്നൊരു ഫീൽ എനിക്കില്ല. അല്ല, മോഡി അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ, അമിത്ഷാക്ക് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ മോഡി അത്തരം കാര്യങ്ങൾ പെർമിഷൻ കൊണ്ടുവരാൻ സാധ്യത കുറവാണ്. ഞാൻ മോഡിനെ മനസ്സിലാക്കി, സുരേഷ് ഗോപിനെ, ഇവർ എനിക്കറിയാവുന്ന ഒരാൾ, ഇവർ രണ്ടുപേരും ബന്ധം അറിയാമെന്ന് വെച്ചാൽ പേഴ്സണൽ ബന്ധം എന്നല്ല, അല്ലാതെ അറിയാവുന്ന, നമ്മളിപ്പോൾ മീഡിയ ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ, ഒരു സത്യസന്ധമായി സംസാരിക്കുന്ന ആളെ എനിക്ക് തോന്നിയത് സുരേഷ് ഗോപിയാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നത്. മൂപ്പര സംസ്ഥാന ശ്രദ്ധ നമുക്ക് മനസ്സിലായി, അമിത്ഷാ എടുത്ത് ചാടുന്ന ഒരു പ്രവർത്തകനാണ്. എന്നാൽ മോഡി അതല്ല, വളരെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് മോഡിയെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.